നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ള പല നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന് ഈ പറഞ്ഞ ആന പോസ്റ്റ് എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ആ സന്ദർഭത്തിൽ എത്താനും അത് ഇത് ചെയ്യാനും? അത് ഒരു സ്വിച്ചിക്ക് ഞങ്ങളെ ഓഫീസിൽ ഇങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ ഇപ്പോൾ ഈ ആനയുടെ പടവും മറ്റേ ഈ കുട്ടിയുടെ പടവും ഞാൻ എടുക്കുന്ന ട്രെയിനിങ് പീരീഡിലാണ്. അപ്പോൾ അങ്ങനെ അന്ന് എന്തോ ഒരു സ്പെഷ്യൽ ക്ലാസ് അങ്ങനെ എന്തോ വെച്ചിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഒരു ആന ഇതുപോലെ അവിടെ ഒരു വീട് ഇടിച്ച് പൊളിച്ചിട്ടുണ്ടെന്നുള്ള ഒരു അറിവ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ആ കൂടെ ഉണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബിറ്റ് റോളും മേടിച്ച് അത് എടുത്തിട്ട് വെച്ചിട്ട് ക്യാമറയിലിട്ടിട്ട് ആമ്പ് വരും. കാരണം ഒരു വീടിൻ്റെ പടമല്ലേ ഉള്ളൂ, അതിനപ്പുറം ഒന്നും കരുതുന്നില്ല. ആന കുഴപ്പമൊന്നുമില്ല, തളച്ചു എന്നുള്ള രീതി. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പം കാണുന്ന ആന വളരെ ശാന്തനായിട്ടൊരു മൂലയ്ക്ക് നിൽപ്പുണ്ട്. അപ്പോൾ റോഡ് ഇങ്ങനെ എൽ ഷേപ്പിലാണ്. അപ്പോൾ ഞാൻ ഈ എൽ ഷേപ്പിൻ്റെ ഇവിടെ നടുക്ക് കൂടെ ഗ്രൗണ്ടിൽ കൂടെ ഓപ്പോസിറ്റ് അടിച്ചെന്ന് അതൊക്കെ ഞാനിങ്ങനെ വ്യൂ ഫാൻറ്ററി കൂടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ ഒരു പോസ്റ്റ് എടുത്തിട്ടുണ്ട്. ആന ആ പോസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ നേരം ചാരി വെച്ചിരിക്കാം മൂക്കൻ്റെ അവിടെ. അപ്പോൾ പാപ്പാൻ വന്നിട്ട് ഇത് ഇട് താഴെ എന്ന് പറഞ്ഞിങ്ങനെ ഒരുമാതിരി ആന ഇങ്ങനെ ആജ്ഞാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഭയങ്കര ഫാസ്റ്റായിട്ട്, വളരെ നിസ്സാരമാണല്ലോ ആന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെ ഒറ്റ തട്ട് കിട്ടി പോസ്റ്റിന് തട്ടെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷ ആനയ്ക്ക് ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ നിന്നിട്ട് ഈ തട്ടുന്നത്. അത് വളരെ ഫാസ്റ്റായിട്ട് അങ്ങോട്ട് തെറിച്ച് വരും എയറിലേക്ക്. പാപ്പാൻ ഇത് കണ്ടു പറഞ്ഞാൽ സെക്കൻഡിനുള്ളിൽ തിരിഞ്ഞ് ചാടി വിടും. അപ്പോൾ എനിക്ക് ആ ഒരു ഫ്രെയിം കിട്ടിയെന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റിൽ എനിക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ആ ഫ്രെയിം എടുത്തതിൻ്റെ അടുത്ത സെക്കൻഡ് പോലും ഇല്ല, ആ ഫ്രെയിം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ പാപ്പാൻ ഈ ഫ്രെയിമിന് വെളിയിലായി. അപ്പോൾ അതിനകത്ത് എനിക്ക് ശരിക്കും കിട്ടിയ ചില പാപ്പാനുണ്ട്, പിന്നെ പോസ്റ്റും ഉണ്ട്, ആന എല്ലാം കൂടെ കിട്ടി. ആ കറക്റ്റ് സെക്കൻഡിന് കിട്ടി. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ പാപ്പാനെ പുറത്തു. പിന്നെ ഈ ആന വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ആംഗിളിലേക്ക്, പിന്നെ നമ്മളും പെട്ടെന്ന് തിരിഞ്ഞ് മാറി വേറെ ആംഗിളിലേക്ക് ഓടേണ്ടതാണ്. രണ്ടാമത്തെ ഫ്രെയിമൊക്കെ ആയപ്പോൾ ആന ഒറ്റയ്ക്കേ ഉള്ളൂ, പാപ്പാനല്ല. അപ്പോൾ ആ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ പടത്തിനായിരുന്നു മറ്റേ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നത്. അപ്പോൾ അതെനിക്ക് വളരെ ജസ്റ്റ് എനിക്കൊന്ന് ആ ചൂണ്ടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മളെ ഫോക്കസ് ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ആ ഒരു സെക്കൻഡ് സംഭവിച്ചത്. അത് കോട്ടയത്ത് നടന്നതാണ് സ്കൂൾ ഗെയിംസ്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഫൈനലിലേക്ക് ചാടിക്കൊണ്ടിരിക്കാൻ 3-4 പേരെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലീഡ് ചെയ്ത് നിന്നിരുന്ന പയ്യനുണ്ട്. ആ പയ്യൻ ഇങ്ങനെ വന്ന് എനിക്ക് ആ പടം കിട്ടാനുള്ള കാര്യം ഈ എൽദോയ്ക്ക് കൈയില്ലായിരുന്നുകൊണ്ട് തന്നെ ആദ്യം മുതലേ ഇയാളെ എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ട് പലരും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ എൽദോയ്ക്ക് എപ്പോഴും വിജയസാധ്യത വളരെ കുറവായിരുന്നു ആദ്യത്തെ റൗണ്ടിലൊക്കെ വന്നപ്പോൾ. ഫൈനലിൽ വെച്ചാൽ എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാനിത് എൽദോയുടെ ഒരു ചാട്ടം ഓൾറെഡി എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും അതിൻ്റെ ആ കൈയുടെ ഇത് ശരിക്കും ചെറിയ കൈയാണെന്നുള്ള ഫീലിംഗ് കിട്ടുന്ന ഒരു പടം ഞാൻ ഓൾറെഡി എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ശരിക്കും ഫൈനൽ ഫസ്റ്റിന് സാധ്യതയുള്ള ആൾ ഓടി വരുമ്പോഴേക്കും ഒരാൾ ക്രോസ് ചെയ്തു. അതുവഴി ആ ക്രോസ് ചെയ്തതും ഈ ചാടാൻ വന്ന കുട്ടിയായിട്ട് കൂട്ടിയിടിച്ച് അത് വീണ് ആ പയ്യൻ അങ്ങനെ പുറത്തായി. ഈ പുറത്തായ സമയത്ത് ബാക്കിയുള്ള എല്ലാ ഫോട്ടോഗ്രാഫറും ഈ പുറത്തായ പയ്യൻ്റെ പടം എടുക്കാൻ പോയി. ഈ സമയം കൊണ്ട് എൽദ വന്ന് ചാടി ഫസ്റ്റ് കിട്ടുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൽദോയുടെ ഫസ്റ്റ് എന്നുള്ള ഒരു ആക്ഷൻ പിക്ചർ എല്ലാവർക്കും നഷ്ടമായി. അപ്പോൾ ഞാനിത് ഓൾറെഡി ഒന്ന് എടുത്തു, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ എൽദോയുടെ ഒരു പടം ആദ്യമേ ഓൾറെഡി കൈ നല്ലതായിട്ട് കാണുന്നൊരു പടം കിട്ടിയിരുന്നു. പിന്നെ അതിനകത്ത് ഈ പടം എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് ലോക വികലാംഗനാണ് അടുത്ത ദിവസം എന്നുള്ളത്. അപ്പോൾ അതും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ എൽദോയുടെ പടം ഞാൻ 1-ാം പേജിൽ വളരെ പ്രാധാന്യത്തോടെ അടിച്ചു വന്നു. അതെന്ന് വെച്ചാൽ വൈകല്യം ചാടിക്കിടന്ന എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതോട് ഹെഡ്ലൈനായിട്ട് തന്നെ നല്ലൊരു പടം വന്നിരുന്നു. അപ്പോൾ ആ വികലാംഗ ദിനത്തിൽ തന്നെ ആ എൽദോയുടെ പടം കൊടുക്കാൻ പറ്റി എനിക്ക് നല്ല സന്തോഷം തോന്നിയൊരു സാധനമായിരുന്നു.